മനുഷ്യൻ നരകം സൃഷ്ടിക്കുന്നു. സദൃശവാക്യങ്ങൾ 29 1 മുതൽ 27 വരെ. ധ്യാനത്തിനായിട്ട് 18 വാക്യം. വെളിപ്പാടില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു. ന്യായപ്രമാണം കാത്തുകൊള്ളുന്നവനോ ഭാഗ്യവാൻ. ദിവംഗതനായ യോഹാനാൻ മാർത്തോമാ മെത്രാപ്പൊലീത്തായുടെ ജീവചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവകഥയിൽ അദൃശ്യനായ ദൈവത്തെ അദ്ദേഹം നേരിൽ കണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വിവരിക്കുന്നു. ഒരിക്കൽ മെത്രാപ്പൊലീത്ത തൻ്റെ സുഹൃത്തിൻ്റെ വസതിയിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു ഉയർന്ന കുന്നിൻ നെറുകയിലാണ് ആ വീട്. ചുറ്റും മനോഹരമായ പ്രകൃതി ദൃശ്യം. പ്രഭാതമുടർന്ന് വീട്ടുമുറ്റത്ത് വെച്ചിരുന്ന ഒരു പൂച്ചട്ടിയിൽ വളർത്തിയിരുന്ന പനീർ ചെടിയിൽ വിടർന്ന് വിലസുന്ന 3 പൂക്കൾ പ്രഭാത സൂര്യനെ എതിരേൽക്കുവാൻ അണിഞ്ഞൊരുങ്ങി നിൽക്കുകയായിരുന്നു. അദ്ദേഹം അടുത്തു ചെന്നു. ആ പൂക്കൾ പുഞ്ചിരി തൂകി. അദ്ദേഹവും ചിരിച്ചു. ഏതാനും നിമിഷങ്ങൾ അദ്ദേഹം നിർനിമേഷനായി ആ പൂക്കളെ തന്നെ നോക്കി നിന്നു. പിന്നീട് അവയെ ചുംബിച്ചു. അവയുടെ നറുമണം നുകർന്നു. അല്പം പുറകോട്ട് മാറി നിന്ന് വീണ്ടും അവയെ നോക്കി. ഏകാഗ്രതയോടെ ധ്യാനനിരതനായി നിന്നു. അദ്ദേഹത്തിൻ്റെ പ്രകൃതി സൗന്ദര്യ ആസ്വാദനം ശ്രദ്ധിച്ചുകൊണ്ട് സുഹൃത്ത് പുറകിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ സുഹൃത്തിനെ കണ്ടു. രണ്ടുപേരും ചിരിച്ചു. മെത്രാപ്പൊലീത്ത ചോദിച്ചു, ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ഇല്ല, സുഹൃത്തിൻ്റെ മറുപടി. എന്നാൽ കാണിച്ചു തരാം. ഇതാ, ഏകാഗ്രതയോടെ ഈ പൂക്കളിലേക്ക് ഏതാനും നിമിഷങ്ങൾ നോക്കി നിൽക്കൂ. സുഹൃത്ത് കുറേ നേരം നോക്കി നിന്നു. ഈ പൂക്കളെ സൃഷ്ടിച്ച ദൈവത്തെ സ്തുതിക്കുക കൂടി വേണം, മെത്രാപ്പൊലീത്ത പറഞ്ഞു. ആകട്ടെ, ദൈവത്തിൻ്റെ നിറം എന്താണെന്നറിയാമോ? അദ്ദേഹം സുഹൃത്തിനോട് ചോദിച്ചു. എന്താണ് മറുപടി പറയേണ്ടതെന്നറിയാതെ സുഹൃത്ത് അല്പം ഒന്ന് കുഴങ്ങി. ഇതാ നോക്കൂ, ഈ പനിനീർ പൂക്കളുടെ നിറമാണ്, മണവും ഇവയുടെ തന്നെ. ഈ പൂക്കളുടെ സൗന്ദര്യം ഉൾക്കൊള്ളാവുന്നിടത്തോളം ഉൾക്കൊള്ളുക. അപ്പോൾ ദൈവത്തിൻ്റെ മണം ആസ്വദിക്കാം, മെത്രാപ്പൊലീത്ത പറയും. പ്രകൃതി സൗന്ദര്യത്തിൽ ഈശ്വര സൗന്ദര്യം ദർശിച്ച യതിവര്യനായിരുന്നു ഡോക്ടർ യോഹാനാൻ മാർത്തോമാ. എല്ലാ സൃഷ്ടികളിലും ദൈവത്തിൻ്റെ ചൈതന്യം ഉണ്ട്. ദൈവം അവയുടെ സൗന്ദര്യത്തിൽ വിലയം പ്രാപിച്ചിരിക്കുന്നു. ദൈവം നിഷ്ക്രിയനായിരിക്കുന്നില്ല. എൻ്റെ പിതാവ് കർമ്മനിരതനായിരിക്കുന്ന പോലെ ഞാനും കർമ്മനിരതനായിരിക്കുന്നു എന്ന് വ്യക്തമായി യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. പ്രപഞ്ച സൃഷ്ടി മുതൽ പ്രവർത്തന നിരതനായിരിക്കുന്ന ദൈവത്തെ തേടി പലരും അവിടെയും ഇവിടെയും അലഞ്ഞു തിരിയുന്നു. ചില പ്രത്യേക സ്ഥലങ്ങളിൽ ദൈവത്തെ പ്രതിഷ്ഠിക്കുവാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത്. ദൈവമാകട്ടെ അവിടുത്തെ സർവ്വ സൃഷ്ടികളിലും നിവസിക്കുവാനായി ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സഹപ്രവർത്തകരായിരിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ കൂടി പ്രവർത്തിക്കുമ്പോൾ അവൻ്റെ എല്ലാ വ്യാപാരങ്ങൾക്കും പുതിയ അർത്ഥം കണ്ടെത്തുവാൻ കഴിയും. കർഷകൻ നിലത്ത് കുഴിച്ചിടുന്ന വിത്ത് ഇളനാമ്പ് നീട്ടുമ്പോൾ ഈശ്വര ചൈതന്യം അതിൽ ദർശിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ ആത്മാവ് തന്നെയാണ് ശാസ്ത്രകാരൻ്റെ കണ്ടുപിടുത്തത്തിലും വ്യാപരിക്കുന്നത്. മനുഷ്യരാകട്ടെ തൻ്റെ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് നരകം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിൽ ചില ശാസ്ത്രജ്ഞന്മാർ ഉണ്ടാക്കിയ അണുബോംബ് മനുഷ്യവാസമില്ലാത്ത ഒരു മരുഭൂമിയിൽ കൊണ്ടുചെന്ന് പൊട്ടിച്ച് പരീക്ഷണം നടത്തി. 1000 സൂര്യന്മാരെ വെല്ലുന്ന ജ്വാല അതിൽ നിന്ന് ഉയർന്നു അത്രേ. അപ്പോൾ അവർ പറഞ്ഞു, ദൈവമേ, ഞങ്ങൾ 1000 നരകങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു. ഇതുപോലെയുള്ള എത്ര നരകങ്ങൾ മനുഷ്യൻ നിത്യേന സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തോടൊത്ത് മനുഷ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട പണം സ്വയം നശിപ്പിക്കുന്ന നരകം സൃഷ്ടിക്കുവാനല്ലേ ഇന്ന് നമ്മിൽ പലരും ഉപയോഗിക്കുന്നത്? നാം ദൈവത്തിൻ്റെ സഹപ്രവർത്തകരാണെങ്കിൽ നമ്മുടെ പണം ഏതിനു വേണ്ടി എങ്ങനെ ചെലവഴിക്കണമെന്ന് നിശ്ചയിക്കുന്നതിൽ ദൈവത്തിനു കൂടി പങ്കുണ്ടായിരിക്കണമല്ലോ. ഓർക്കണമേ, ജ്ഞാനത്തിലെ എന്ന പോലെ വിവേകത്തിലും മനുഷ്യൻ അഭിവൃദ്ധിപ്പെടണം. 53 സങ്കീർത്തനം 2 വാക്യം. ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ കർത്തൃശുശ്രൂഷയിൽ എളിയ ദാസൻ.